പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ട്രേസർ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 199/2007. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഉണ്ട്, എല്ലാവരും ആ വീഡിയോ കാണണം. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അടുത്ത ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. First question, the lowest grade of concrete that can be used for RCC works. RCC വർക്ക്സിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ലോവസ്റ്റ് ഗ്രേഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ഏതാണ്? ഓപ്ഷൻസ് M15, ഓപ്ഷൻ ബി M10, ഓപ്ഷൻ സി M20, ഓപ്ഷൻ ഡി M30. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി M20 ആണ്. നമുക്ക് RCC വർക്ക്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന കോൺക്രീറ്റ്, ലോവസ്റ്റ് ഗ്രേഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് M20 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ടു കൺസ്ട്രക്ട് 10 cm തിക്ക് പാർട്ടീഷൻ വാൾ യു വിൽ സെലക്ട്. 10 cm തിക്നെസ് ഉള്ള ഒരു പാർട്ടീഷൻ വാൾ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് ബോണ്ട് ആണ്, നമുക്ക് ബ്രിക്ക് ബോണ്ടാണ് നമുക്ക് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഇംഗ്ലീഷ് ബോണ്ട്, ഓപ്ഷൻ ബി ഫ്ലെമിഷ് ബോണ്ട്, ഓപ്ഷൻ സി ഹെഡർ ബോണ്ട്, ഓപ്ഷൻ ഡി സ്ട്രെച്ചർ ബോണ്ട്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി സ്ട്രെച്ചർ ബോണ്ടാണ്. 10 cm തിക്നെസ് ഉള്ള ഒരു പാർട്ടീഷൻ വാൾ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ സ്റ്റോൺ മെസണറി ഇൻ വിച്ച് സ്റ്റോൺ ഓഫ് സെയിം ഹൈറ്റ് ആർ ലെയ്ഡ് ഇൻ ലെയേഴ്സ് ഈസ് കോൾഡ്. ഏത് സ്റ്റോൺ മെസണറിയിലാണ് ഒരേ ഹൈറ്റുള്ള സ്റ്റോൺസ് ലെയേഴ്സ് ആയിട്ട് നമ്മൾ അടുക്കി വെക്കുന്നത്? ഓപ്ഷൻ എ റാൻഡം റബിൾ മേസണറി, ഓപ്ഷൻ ബി കോസ്റ്റ് റബിൾ മേസണറി, ഓപ്ഷൻ സി അൺകോസ്റ്റ് റബിൾ മേസണറി, ഓപ്ഷൻ ഡി ആഷ്ലാർ മേസണറി. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കോസ്റ്റ് റബിൾ മേസണറിയാണ്. അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവാം. A wall constructed with stone to protect slopes of cutting in natural ground from the action of weathering agencies is called. വെതറിങ് ഏജൻസീസിൻ്റെ ആക്ഷനിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന വാൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് എ റിറ്റെയിനിങ് വാൾ, ഓപ്ഷൻ ബി ബ്രസ്റ്റ് വാൾ, ഓപ്ഷൻ ഡി ബട്രസ്റ്റ്, ഓപ്ഷൻ ഡി പാരപ്പറ്റ് വാൾസ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ബ്രസ്റ്റ് വാൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ആൻ ആർച്ച് മേ ഫെയിൽ ഡ്യൂ ടു. എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഒരു ആർച്ച് ഫെയിൽ ആവുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അൺഈവൻ സെറ്റിൽമെൻറ്റ് ഓഫ് അബട്ട്മെൻറ്റ്സ്, ഓപ്ഷൻ ബി സ്ലൈഡിംഗ് ഓഫ് വേഴ്സിയസ്, ഓപ്ഷൻ സി ക്രഷിംഗ് ഓഫ് ദ മെറ്റീരിയൽ, ഓപ്ഷൻ ഡി ഓൾ ദ എബോവ്. ഇതിനകത്ത് ഓപ്ഷൻസ് എല്ലാം കറക്റ്റായിട്ടുള്ളവയാണ്. അപ്പം ഈ കാരണങ്ങൾ കൊണ്ടാണ് നമ്മുടെ ഒരു ആർച്ച് ഫെയിൽ ആവുന്നത്. അപ്പം ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ദ എബോവ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വെർട്ടിക്കൽ സൈഡ് മെമ്പർ ഓഫ് ഷട്ടർ ഫ്രെയിം ഈസ് കോൾഡ്. നമുക്കറിയാം ഒരു ഡോറിൻ്റെ ഷട്ടറിൻ്റെ വെർട്ടിക്കൽ സൈഡ് മെമ്പറിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഷട്ടർ ഫ്രെയിമിൻ്റെ വെർട്ടിക്കൽ സൈഡ് മെമ്പറിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സ്റ്റൈൽ, ഓപ്ഷൻ ബി റിവീൽ, ഓപ്ഷൻ സി മുള്ളിയൻ, ഓപ്ഷൻ ഡി പോസ്റ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ സ്റ്റൈലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ വിൻഡോ വിച്ച് പ്രൊജക്ട്സ് ഔട്ട്സൈഡ് ദ റൂം ഓഫ് എ ബിൽഡിംഗ് ഫോർ അഡ്മിറ്റിംഗ് മോർ ലൈറ്റ് ആൻഡ് എയർ ഈസ് നോൺ ആസ്. ഒരു റൂമിൽ കൂടുതൽ വെളിച്ചവും പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് എയറും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന വിൻഡോ ഏതാണ്? അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ബേ വിൻഡോ, ഓപ്ഷൻ ബി കേസ്മെൻറ്റ് വിൻഡോ, ഓപ്ഷൻ സി ലാൻറ്റേൺ വിൻഡോ, ഓപ്ഷൻ ഡി ഡോമർ വിൻഡോ. അപ്പോൾ നമ്മൾ കൂടുതൽ വെളിച്ചവും പ്രകാശവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളൊരു റൂമിൽ കൊടുക്കുന്ന വിൻഡോ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ബേ വിൻഡോയാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, ദ വെർട്ടിക്കൽ മെമ്പേഴ്സ് ഫിക്സ്ഡ് ബിറ്റ്വീൻ സ്റ്റെപ്സ് ആൻഡ് ഹാൻഡ് റെയിൽസ് ആർ നോൺ ആസ്. നമ്മൾക്ക് സ്റ്റെയർസിന് നമ്മൾ എന്താ കൊടുക്കുന്നത്? ഹാൻഡ് റെയിൽസിനും സ്റ്റെപ്സിനും ഇടയിലായിട്ട് നമ്മൾ കൊടുക്കുന്ന വെർട്ടിക്കൽ മെമ്പേഴ്സിനെ വിളിക്കുന്ന പേര് എന്താണ്? അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എ ബാലിസ്റ്റേഴ്സ്, ഓപ്ഷൻ ബി സ്ട്രിങ്സ്, ഓപ്ഷൻ സി ന്യൂവൽ പോസ്റ്റ്, ഓപ്ഷൻ ഡി സോഫിറ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ബാലിസ്റ്റേഴ്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് ഫ്രം വാൾ ടു പാർട്ട് ഈസ് യൂസ്ഡ് ഇൻ സർവേയിങ് ബിക്കോസ്. എന്തുകൊണ്ടാണ് നമ്മളുടെ സർവേയിങ്ങിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിളായ വർക്കിംഗ് ഫ്രം വാൾ ടു പാർട്ട് എന്ന് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് വർക്കിംഗ് ഫ്രം വാൾ ടു പാർട്ട് അത് നമ്മൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? ഓപ്ഷൻസ് എ ഈസിനെസ് ഇൻ പ്ലോട്ടിംഗ്, ഓപ്ഷൻ ബി ക്വിക്ക് സർവേ വർക്ക്, ഓപ്ഷൻ സി അക്യുമുലേഷൻ ഓഫ് എറേഴ്സ് ക്യാൻ ബി പ്രിവെൻറ്റഡ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് അക്യുമുലേഷൻ ഓഫ് എറേഴ്സ് ക്യാൻ ബി പ്രിവെൻറ്റഡ്. ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, എ ലെവൽ ലൈൻ ഈസ് എ. എന്താണ് ഒരു ലെവൽ ലൈൻ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ ഹൊറിസോണ്ടൽ ലൈൻ, ഓപ്ഷൻ ബി ലൈൻ പാരലൽ ടു മീൻ സ്ഫിറോയിഡൽ സർഫസ് ഓഫ് എർത്ത്, ഓപ്ഷൻ സി ലൈൻ പാസിംഗ് ത്രൂ ദ സെൻറ്റർ ഓഫ് ക്രോസ് ഹെയർസ് ആൻഡ് ദ സെൻറ്റർ ഓഫ് ഐ പീസ്, ഓപ്ഷൻ ഡി ദ ലൈൻ പാസിംഗ് ത്രൂ ദ ഒബ്ജക്റ്റീവ് ലെൻസ് ആൻഡ് ദ ഐ പീസ് ഓഫ് ഡംബി ലെവൽ. അപ്പം ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ദ ലൈൻ പാരലൽ ടു മീൻ സ്ഫിറോയിഡൽ സർഫസ് ഓഫ് എർത്ത് ആണ് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ദ സ്റ്റാഫ് ഈസ് നോട്ട് ഹെൽഡ് വെർട്ടിക്കൽ അറ്റ് ലെവലിംഗ് സ്റ്റേഷൻ ദ റെഡ്യൂസ് ലെവൽ കാൽക്കുലേറ്റഡ് ഫ്രം ദ ഒബ്സർവേഷൻ ബി. നമുക്കറിയാം നമ്മൾ ലെവലിംഗ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ലെവലിംഗ് സ്റ്റാഫ് ഉപയോഗിക്കും അല്ലേ? ലെവലിംഗ് സ്റ്റാഫ് നമ്മൾ കറക്റ്റ് വെർട്ടിക്കലായിട്ട് അല്ല നമ്മൾ ആ ലെവലിംഗ് സ്റ്റാഫ് പിടിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന റീഡിങ്, അതായത് റെഡ്യൂസ് ലെവൽ എങ്ങനെയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ ട്രൂ റെഡ്യൂസ്ഡ് ലെവൽ, ഓപ്ഷൻ ബി മോർ ദാൻ ട്രൂ റെഡ്യൂസ്ഡ് ലെവൽ, ഓപ്ഷൻ സി ലെസ് ദാൻ ട്രൂ റെഡ്യൂസ്ഡ് ലെവൽ, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. അപ്പോൾ നമുക്ക് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ലെസ് ദാൻ ട്രൂ റെഡ്യൂസ്ഡ് ലെവലാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ പ്രിപ്പറേഷൻ ഓഫ് സർഫസസ് ഓഫ് സ്റ്റോൺ ടു ഒബ്റ്റെയിൻ റിക്വയർഡ് സൈസ് ആൻഡ് ഷേപ്പ് ഈസ് നോൺ ആസ്. ഒരു സ്റ്റോൺ അതിൻ്റെ റിക്വയർഡ് സൈസിലും ഷേപ്പിലും ആക്കി നമ്മൾ മാറ്റുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ക്വാറിയിങ് ഓഫ് സ്റ്റോൺ, ഓപ്ഷൻ ബി ബ്ലാസ്റ്റിംഗ് ഓഫ് സ്റ്റോൺ, ഓപ്ഷൻ സി സീസണിങ് ഓഫ് സ്റ്റോൺ, ഓപ്ഷൻ ഡി ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഡ്രസ്സിംഗ് ഓഫ് സ്റ്റോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡയറക്ഷൻ ദ സ്ട്രെങ്ത് ഓഫ് ടിമ്പർ ഈസ് മാക്സിമം. ഏത് ഡയറക്ഷനിലായിരിക്കും ഒരു ടിമ്പറിൻ്റെ സ്ട്രെങ്ത് മാക്സിമം ആയിട്ട് നമുക്ക് കിട്ടുന്നത്? അപ്പോൾ നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ എ പാരലൽ ടു ഗ്രെയിൻസ്, ഓപ്ഷൻ ബി 45 ഡിഗ്രി ടു ഗ്രെയിൻസ്, ഓപ്ഷൻ സി പെർപെൻഡിക്കുലർ ടു ഗ്രെയിൻസ്, ഓപ്ഷൻ ഡി സെയിം ഇൻ ഓൾ ഡയറക്ഷൻ. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ പാരലൽ ടു ഗ്രെയിൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇൻറ്റേർണൽ സൈസ് ഓഫ് മോൾഡ് യൂസ്ഡ് ഇൻ ബ്രിക്ക് പ്രിപ്പറേഷൻ. നമ്മൾ ബ്രിക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മോൾഡ് അതിൻ്റെ ഇൻറ്റേർണൽ സൈസ് എങ്ങനെയായിരിക്കണം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻ എ ഈക്വൽ ടു ദ സൈസ് ഓഫ് ഫുള്ളി ബേൺഡ് ബ്രിക്ക്, ഓപ്ഷൻ ബി സ്മോളർ ദാൻ ദ സൈസ് ഓഫ് ഫുള്ളി ബേൺഡ് ബ്രിക്ക്, ഓപ്ഷൻ സി ഗ്രേറ്റർ ദാൻ ദ സൈസ് ഓഫ് ഫുള്ളി ബേൺഡ് ബ്രിക്ക്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദ എബോവ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഗ്രേറ്റർ ദാൻ ദ സൈസ് ഓഫ് ഫുള്ളി ബേൺഡ് ബ്രിക്ക് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ,
Which of the following cement suitable for use in massy concrete structures such as dam? മാസി കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് ആയ ഡാം, അങ്ങനത്തെ മാസി കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സിന് നമ്മൾ ഉപയോഗിക്കുന്ന സിമൻറ്റ് ഏതാണ്? ഓപ്ഷൻ എ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമൻറ്റ്, ഓപ്ഷൻ ബി ലോ ഹീറ്റ് സിമൻറ്റ്, ഓപ്ഷൻ സി റാപ്പിഡ് ഹാർഡനിങ് സിമൻറ്റ്, ഓപ്ഷൻ ഡി സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമൻറ്റ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ലോ ഹീറ്റ് സിമൻ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കമ്പയർ ടു മൈൽഡ് സ്റ്റീൽ കാസ്റ്റ് അയൺ ഹാസ്. മൈൽഡ് സ്റ്റീലിനെ അപേക്ഷിച്ച് കാസ്റ്റ് അയണിൻ്റെ പ്രത്യേകത എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത്, നെക്സ്റ്റ് ഹൈ ടെൻസൈൽ സ്ട്രെങ്ത്, ലോ കംപ്രസീവ് സ്ട്രെങ്ത്, ലോ ടെൻസൈൽ സ്ട്രെങ്ത്. 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് ഏതൊക്കെയാണ് നമ്മളുടെ കാസ്റ്റ് അയണിൻ്റെ പ്രത്യേകതകളെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് 2 ആൻസേഴ്സ്, അതായത് ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ആൻഡ് ലോ ടെൻസൈൽ സ്ട്രെങ്ത് ആണ് കാസ്റ്റ് അയണിൻ്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് വരുന്ന ആൻസർ ഓപ്ഷൻ ഡി 1 ആൻഡ് 4 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ കോമൺലി യൂസ്ഡ് റോ മെറ്റീരിയൽ ഇൻ ദ മാനുഫാക്ചർ ഓഫ് സിമെൻറ്റ് ഈസ്. നമ്മൾ സിമെൻറ്റ് മാനുഫാക്ചർ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലായിട്ട് കോമൺലി യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ ഏതാണ് എന്നാണ് ചോദ്യം. ഇതിൻ്റെ ഓപ്ഷൻ എ സ്ലേറ്റ്, ഓപ്ഷൻ ബി സാൻഡ് സ്റ്റോൺ, ഓപ്ഷൻ സി ലൈം സ്റ്റോൺ, ഓപ്ഷൻ ഡി ബസാൾട്ട്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ലൈം സ്റ്റോൺ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പൈൽ ഫൗണ്ടേഷൻ ഈസ് ജനറലി പ്രൊവൈഡഡ് ഇഫ് സോയിൽ ഈസ്. എങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ പൈൽ ഫൗണ്ടേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഓപ്ഷൻ എ കംപ്രസിബിൾ, ഓപ്ഷൻ ബി വാട്ടർ ലോക്ഡ്, ഓപ്ഷൻ സി മെയ്ഡപ്പ്, ഓപ്ഷൻ ഡി ഓൾ ദി എബോവ്. അപ്പം ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ഓൾ ദി എബോവ്. ഇങ്ങനെയുള്ള എല്ലാ കേസുകളിലും നമ്മൾ കൊടുക്കുന്നത് പൈൽ ഫൗണ്ടേഷനാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ഓൾ ദി എബോവ് ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പം ഇതിൻ്റെ കണ്ടിന്യൂവേഷനായിട്ട് നമുക്ക് അടുത്ത വീഡിയോസ് ചെയ്യാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.